ഹൈ ഫ്രണ്ട്സ്, 100 കോടി എന്നത് ഒരു മാജിക്കൽ സംഖ്യയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ചുറ്റുവട്ടത്തിലുള്ള ഒരു ഇടത്തരം ഒരു ബാങ്ക് ബ്രാഞ്ചിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ വലിപ്പമായിരിക്കും ഈ 100 കോടി. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കോടി മേലെ അസറ്റ് മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വിരലിൽ എണ്ണാൻ സാധിക്കും. അത്രയ്ക്കും അപൂർവം ചിലർക്ക് മാത്രമേ ഈ 100 കോടി എന്ന് പറഞ്ഞ മാജിക്കൽ സംഖ്യ പിന്നീട് സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ഇപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ 100 കോടി എത്തിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ഒന്നാണ് ഡയസ് ഇൻവെസ്റ്റ്. ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് ഏകദേശം 13 വർഷം കൊണ്ടാണ് ഈ 100 കോടി എന്ന ഒരു മാജിക്കൽ സംഖ്യ പിന്നിടാൻ സാധിച്ചത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 100 കോടി എന്നത് അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു സംഖ്യയല്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഒരു സാധാരണ ഒരു നിക്ഷേപകന്, അതായത് ഇപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 100 രൂപ മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ഈ 100 കോടി എന്ന ഒരു മാജിക്കൽ സംഖ്യ പിന്നിടാൻ സാധിക്കുമോ? അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? പോസിബിൾ ആണെങ്കിൽ അത് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായേക്കാവുന്ന ഈ വീഡിയോ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയസ് ഇ പോർട്ടൽ എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. Once again, welcome back to the Thommichan tips powered by Diaz Academy. My name is Primson Diaz. Thommichan tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നമുക്ക് ആദ്യം BSE സെൻസെക്സ് ഇതുവരെ എന്ത് റിട്ടേൺസ് ആണ് നൽകിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, 1979 BSE സെൻസെക്സ് നിലവിൽ വന്നത്. അന്ന് 100 പോയിന്റിലാണ് BSE സെൻസെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിലവിലത്തെ ഒരു വാല്യുവേഷൻ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വാല്യുവേഷൻ കഴിഞ്ഞ വീക്കെൻഡ്, അതായത് 10/12/2021 BSE സെൻസെക്സിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58,786 പോയിന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1979 തുടങ്ങി 2021 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 42 വർഷമാണ് BSE സെൻസെക്സ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വർഷം, അതായത് ഈ 100 പോയിന്റ് എന്നത് 58,786 പോയിന്റ് ആയിട്ട് മാറണമെങ്കിൽ എത്ര ശതമാനം വെച്ച് ആനുവലൈസ്ഡ് റിട്ടേൺ കിട്ടണം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16.4% ആവറേജ് റിട്ടേൺ ആണ് കഴിഞ്ഞ 42 വർഷമായിട്ട് BSE സെൻസസ് ഇപ്പൊ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് നമ്മളെ നിക്ഷേപത്തിന് ഇതേ സെയിം റിട്ടേൺ തന്നെ ലഭിക്കുകയാണെങ്കിൽ നമ്മളെ നിക്ഷേപം എങ്ങനെയാണ് വളരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിവിടെ നിക്ഷേപത്തിന് വേണ്ടി നമ്മൾ ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 3,000 റുപ്പീസ് ആണ്. ഈ 3,000 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഡേ 100 രൂപ വെച്ച് നമ്മൾ 30 ദിവസം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നിക്ഷേപം വരുന്ന ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന എമൗണ്ട് ആണ് 3,000 റുപ്പീസ്. നമുക്ക് ആ സെയിം, അതായത് കഴിഞ്ഞ 42 വർഷമായിട്ട് BSE സെൻസെക്സ് നൽകിയ അതേ സെയിം റിട്ടേൺ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു 10 വർഷം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നിക്ഷേപം വളരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ 10 വർഷം കൊണ്ട് നമ്മളിപ്പോ എല്ലാ മാസവും ഒരു 3,000 വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം നിക്ഷേപിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,60,000 രൂപയാണ്. ആ സമയത്ത്, അതായത് 10 വർഷം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മളെ മെച്യൂരിറ്റി എമൗണ്ട്, അതായത് ഓൺ ആൻഡ് ആവറേജ് നമുക്ക് 16.4% ആവറേജ് റിട്ടേൺസ് നമ്മളെ നിക്ഷേപത്തിന് ലഭിക്കുകയാണെങ്കിൽ നമ്മളെ മെച്യൂരിറ്റി എമൗണ്ട് വരുന്നത് 8,50,470 രൂപയാണ്. അതായത് നമ്മളെ ഒരു നിക്ഷേപമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ടൈംസ്, ഒരു 2 തവണയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ നിക്ഷേപം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. 20 വർഷം കൊണ്ട് നമ്മൾ മൊത്തം നിക്ഷേപിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,20,000 രൂപയാണ്. പക്ഷെ ആ സമയത്തുള്ള നമ്മളെ ഒരു മെച്യൂരിറ്റി വാല്യൂ, അതായത് 20 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമുക്ക് ഈ ഓൺ ആൻഡ് ആവറേജ് 16.4% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പോണ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,32,063 രൂപയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച തുകയും നമുക്ക് ലഭിക്കുന്ന തുകയായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കൊരു 30 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷം കൊണ്ട് നമ്മൾ 10,80,000 രൂപയാണ്
നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മളെ മെച്യൂരിറ്റി വാല്യൂ വരുന്നത് 2,24,47,870 രൂപയാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21 ടൈംസ് ആണ് നമ്മളെ നിക്ഷേപ തുകയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഒരു 40 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ 40 വർഷം കൊണ്ട് നമ്മൾ മൊത്തം നിക്ഷേപിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,40,000 രൂപയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. പക്ഷെ നമ്മളെ മെച്യൂരിറ്റി വാല്യൂയിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള വ്യത്യാസമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ 40 വർഷമാകുന്ന സമയത്ത് നമ്മൾ പ്രതിമാസം നിക്ഷേപിക്കുന്ന ഈ 3,000 രൂപ 10,33,3,796 രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 72 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമ്മളിപ്പോൾ ഒരു 50 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, 50 വർഷം കൊണ്ട് നമ്മൾ മൊത്തം നിക്ഷേപിക്കുന്ന എമൗണ്ട് 18 ലക്ഷം രൂപയാണ്. ഈ 18 ലക്ഷം രൂപ ആ സമയത്ത് ഏകദേശം 47,23,00,000 രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച തുകയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 262 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം 100 കോടി രൂപ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വർഷത്തെ ഒരു കണക്കാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ 55 വർഷം കൊണ്ട് നമ്മൾ മൊത്തം നിക്ഷേപിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയാണ്. ആ സമയത്ത് നമ്മളെ ഒരു മെച്യൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 കോടി എന്ന ഒരു മാജിക്കൽ സംഖ്യ പിന്നിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ നിക്ഷേപ തുകയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 510 ഇരട്ടി തുക ഇത്രയും വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പ്രാക്ടിക്കലി നമ്മുടെ ഒരു ലൈഫിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമുക്കൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരിൽ നമ്മളിപ്പോൾ ഒരു പെർ ഡേ ഒരു 100 രൂപ എന്ന രീതിയിൽ, അതായത് ഒരു മാസം 3,000 രൂപ വെച്ച് നമ്മൾ SIP ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ ആദ്യത്തെ ഒരു 20 അല്ലെങ്കിൽ 25 വർഷം വരെ നമ്മൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മളെ ആ മകനോ മകളോ ആ മകള് വീണ്ടും അതേ എമൗണ്ട് തന്നെ അവർ SIP ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടി വളർന്ന ഏകദേശം 55 വയസ്സാണ് സമയത്ത് വെറും ഈ 3,000 രൂപയുടെ നിക്ഷേപം 100 കോടി രൂപയായിട്ട് വളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ വളർച്ചയിൽ വരുന്ന, അതായത് ഇപ്പൊ ആദ്യത്തെ 1 ലക്ഷം രൂപ ആകുന്നതിന് വേണ്ടി എത്ര മാസം എടുത്തു, വീണ്ടും ഈ 1 ലക്ഷം എന്നുള്ള 10 ലക്ഷം രൂപ ആകുന്നതിന് വേണ്ടി എത്ര മാസം എടുത്തു, 10 ലക്ഷം 1 കോടി ആവുന്നതിന് വേണ്ടി എത്ര മാസം എടുത്തു, അങ്ങനത്തെ ഒരു കണക്കാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 ലക്ഷം രൂപ എത്തുന്നതിന് വേണ്ടി 28 മാസമാണ് എടുത്തത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 ലക്ഷം രൂപ ആകാൻ വേണ്ടി 28 മാസമായെങ്കിൽ നോർമൽ സിറ്റുവേഷനിൽ നമ്മളെ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ആകണമെങ്കിൽ 280 മാസം ആകണം. എന്നാൽ നമ്മളിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, വെറും 130 മാസം കൊണ്ട് ഈ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്ന എമൗണ്ട് 10 ലക്ഷം രൂപയായിട്ട് വളർന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏകദേശം 9 വർഷത്തെ ഡിഫറൻസ് ആണ് ഈ 1 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയിലേക്ക് ആകുന്നതിന് വേണ്ടി വന്നത്. വീണ്ടും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ 1 കോടി രൂപയായിട്ട് മാറണമെങ്കിൽ ഈ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1300 മാസം വേണ്ടി വരും. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 297 മാസം കൊണ്ട് ഈ 10 ലക്ഷം രൂപ 1 കോടി രൂപയായിട്ട് വളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഈ 1 കോടി രൂപ എന്നുള്ള സംഖ്യ അവിടുന്ന് ഇനി ഒരു 10 കോടിയിലേക്ക് വളരുന്നതിന് വേണ്ടി ടോട്ടൽ എടുത്തിരിക്കുന്ന, അതായത് ഈ 3,000 രൂപയുടെ നിക്ഷേപം ഈ 10 കോടി രൂപയായിട്ട് വളരുന്നതിന് വേണ്ടി ടോട്ടൽ എടുത്തിരിക്കുന്ന 477 മാസമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് വരുന്ന ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 15 വർഷം കൊണ്ടാണ് ഈ 1 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് വളർന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ 100 കോടി രൂപയുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം വേണ്ടി വന്നത് 659 മാസം, അതായത് ഏകദേശം 55 വർഷമാണ് 3,000 രൂപയുടെ പ്രതിമാസ നിക്ഷേപത്തിന് 100 കോടി രൂപയായിട്ട് വളരുന്നതിന് വേണ്ടി വന്നത്.
പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 10 കോടിയിൽ നിന്ന് 100 കോടിയിലേക്ക് എത്താൻ വേണ്ടി വെറും 15 വർഷത്തിന്റെ ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. നമ്മൾ നിക്ഷേപം എത്ര നാൾ കൂടുതൽ എത്രയോ ലോങ്ങർ ടൈമിലേക്ക് പോകുന്നുവോ അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരിൽ നമ്മളിപ്പോ ഒരു ദിവസം ഒരു 100 രൂപ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് ഏകദേശം 100 കോടിയിലധികം രൂപയുടെ സമ്പാദ്യത്തോടു കൂടി ഈ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ തന്നെ അദ്ദേഹത്തിന് ആ ലെവലിലുള്ള ഒരു സമ്പാദ്യത്തോടു കൂടി തന്നെ റിട്ടയർമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യം എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ശരിയായ രീതിയിൽ ഗൈഡൻസ് കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡയസ് ഇ പോർട്ടൽ എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈവൻറ്റ്സ് എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ഡയസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കൾക്ക് ഞങ്ങളുടെ ചാനലിൽ അംഗമാകുവാൻ സാധിക്കുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.